പ്രിയനേ എന്നേശുവേ, നിൻ സാന്നിധ്യം മതി എനിക്ക്. പുൽക്കൂട്ടിലാണ് യേശു കുഞ്ഞുവിനെ കിടത്തിയത്. ലോകത്തിൻ്റെ രക്ഷിതാവ്, വലിയ കൊട്ടാരത്തിൽ ജനിച്ച് വീഴേണ്ട രാജാവാണ്. പട്ടുമെത്തയിൽ വീഴേണ്ട രാജാവിനെ പുൽത്തൊട്ടിൽ കാലിത്തൊഴുത്തിലാണ് ജനിച്ച് വീഴുന്നത്. കൊട്ടാരത്തിൽ ജീവിക്കേണ്ട ക്രിസ്തുദേവൻ ജനിച്ച് വീഴുന്നത് മൃഗങ്ങളുടെ ഇടയിലാണ്. എന്തായിരുന്നായിരിക്കും മാതാവിൻ്റെയും പിതാവിൻ്റെയും മനസ്സിൽ കൂടെ ഓടിയിരിക്കുന്നത്? അവർ ആദ്യത്തെ കുഞ്ഞ്. നമുക്ക് ഓരോരുത്തർക്കും അറിയാം, നമുക്ക് നമ്മുടെ വീട്ടിലൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രിപ്പറേഷൻസ് അവരും അങ്ങനെ ആഗ്രഹിച്ച് കാണും. പക്ഷേ അവസ്ഥയോ അതായിരുന്നു അവരുടെ മനസ്സിലെ ചിന്തയെങ്കിലും അവിടെ ആട്ടിടയന്മാർ ഈ മഹാസന്തോഷം അന്വേഷിച്ച് അവർ വന്ന് കാണുമ്പോൾ എന്താണ് കാണുന്നത്? മാതാവും പിതാവും എത്ര ദുഃഖിച്ചെന്ന് പറഞ്ഞാലും അവർ ആ കാലിത്തൊഴുത്തിൽ കാണുന്നത് ഏറ്റവും സമാധാനമായി കിടന്നുറങ്ങുന്ന ഉണ്ണി യേശുവിനെയാണ്. എനിക്കിത് മതി എന്ന് ലോകത്തിന് മുമ്പിൽ വലിയൊരു സന്ദേശമാണ് ക്രിസ്തു അന്ന് അവിടെ നൽകുന്നത്. നാം ഇപ്പോൾ നമ്മുടെ നോക്കുകയാണെങ്കിൽ നാം ഓരോരുത്തരും നമ്മുടെ ഓരോ ആഗ്രഹങ്ങൾക്ക് നമ്മൾ തൃപ്തി വരാതെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമുക്ക് ഒരു സൈക്കിളുള്ളൊരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് സ്കൂട്ടർ വേണമെന്ന് ആഗ്രഹം തോന്നും. സ്കൂട്ടറുള്ള വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് ചെറിയൊരു കാർ വേണമെന്ന് ആഗ്രഹം തോന്നും. ആ ചെറിയ കാറ് വാങ്ങിച്ച് കഴിയുമ്പോൾ അദ്ദേഹത്തിന് വലിയ കാറ് വാങ്ങിക്കണം തോന്നും. അത് വാങ്ങിച്ചു കഴിയുമ്പോൾ ലക്ഷറി കാർ വാങ്ങിക്കണം തോന്നും. അത് കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഫ്ലൈറ്റ് വരെ വാങ്ങിക്കണമെന്നുള്ള ആഗ്രഹം വരും. നമുക്ക് തൃപ്തി വരുന്നില്ല നമ്മുടെ ജീവിതത്തിൽ. ലൗകികമായി എത്ര ലഭിച്ചാലും നമുക്ക് തൃപ്തി വരാതെ നാം മുമ്പോട്ട് പോകുന്ന ഒരവസ്ഥയിലാണ് നാം ഉള്ളത്. പക്ഷേ ക്രിസ്തു തൻ്റെ ജനനത്തിൽ നമുക്ക് കാണിച്ചു തന്നത് എന്താ? നാം എത്രയൊക്കെ ആഗ്രഹിച്ചാലും നമുക്ക് എന്തൊക്കെ ഇത് വന്നാലും ക്രിസ്തുവിനെ നാം കാണുന്നത് പുൽത്തൊട്ടിലിൽ സമാധാനമായി കിടന്നുറങ്ങുന്ന ക്രിസ്തു യേശുവിനെയാണ് നമുക്ക് അതവിടെ കാണിക്കാൻ സാധിക്കുന്നത്.